കേന്ദ്ര സർക്കാർ ഇത്തവണത്തെ ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ 15-ൽ നിന്ന് 6% കുറച്ചത് സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കുള്ള കനത്ത തിരിച്ചടിയായി. വൻ ലാഭം മോഹിച്ച് വിദേശത്തു നിന്ന് വിമാനത്താവളങ്ങളിലൂടെയും കടൽ മാർഗവും നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തിയിരുന്നവർക്ക് ബജറ്റിന് മുമ്പ് കിലോയ്ക്ക് കിട്ടിയിരുന്ന ലാഭം 9.8 ലക്ഷം രൂപയായിരുന്നത് ഇപ്പോൾ 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്തായി. ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപയുടെ കുറവ്. പ്രധാനമായും ദുബായിൽ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് സ്വർണം കടത്തിയിരുന്നത്. ഇറക്കുമതി തീരുവ കുറഞ്ഞതിന് പിന്നാലെ ദുബായിലെ സ്വർണ്ണ വിൽപ്പന ശരാശരി 20% ഇടിഞ്ഞു. അതേസമയം കേരളത്തിലെ വിൽപ്പന ബജറ്റിനു ശേഷം 15 മുതൽ 20% വരെ കൂടിയിട്ടുണ്ടെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ. ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ 15 മുതൽ 20% കേരളത്തിലേക്കാണെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2017-18 മുതൽ ഓരോ വർഷവും ശരാശരി 1000 കിലോ സ്വർണം കേരളത്തിലേക്ക് കള്ളക്കടത്തായി വരുന്നുണ്ടെന്നും കണക്കുകൾ പറയുന്നു. 2022-23 കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്നു മാത്രം 445 കിലോ സ്വർണ്ണമാണ് അധികൃതർ പിടികൂടിയത്. 2021-22 ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവാണ് സംസ്ഥാനത്തെ സ്വർണ്ണാഭരണ വിപണി നേടിയത്. തുടർന്നുള്ള കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വില വർധനയും വിൽപ്പനയിലെ ശരാശരി 15% വാർഷിക വളർച്ചയും പരിഗണിച്ചാൽ വിറ്റുവരവ് നിലവിൽ 1.5 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. ഇതിൻ്റെ ഇരട്ടിയോളം കച്ചവടം കേരളത്തിൽ നികുതി വെട്ടിച്ച് സമാന്തര വിപണിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നതാണ് നിയമാനുസൃത കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ ആരോപിക്കുന്നത്. നേരത്തെ കിലോയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ലാഭം കിട്ടിയിരുന്നതിനാൽ സംഘടിത അസംഘടിത വിഭാഗങ്ങൾ കള്ളക്കടത്തിൽ സജീവമായിരുന്നു. ലാഭം ഇടിഞ്ഞതോടെ കള്ളക്കടത്ത് അനാകർഷകമായതിനാൽ അസംഘടിത വിഭാഗങ്ങൾ ഇപ്പോൾ നിർജീവമാണെന്നാണ് വിലയിരുത്തൽ. UAE പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നടക്കം സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായ ഇടിവ് ഇതിന് ഉദാഹരണമാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിലെ വീടുകളിൽ മാത്രം ഏകദേശം 25,000 ടൺ സ്വർണം വെറുതെ ഇരിപ്പുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ. ഈ സ്വർണം വിപണിയിലേക്ക് തിരിച്ചെത്തിച്ച് പുനരുപയോഗത്തിന് ലഭ്യമാക്കിയാൽ സ്വർണ്ണ ഇറക്കുമതിയും കള്ളക്കടത്തും ഒരു പരിധിവരെ തടയാമെന്നും അഭിപ്രായപ്പെടുന്നു. കേന്ദ്ര സർക്കാർ സ്വർണം പണമാക്കൽ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ ശ്രദ്ധ ഉപയോക്താക്കളിൽ നിന്ന് കിട്ടിയിട്ടില്ല. 2015-ൽ തുടങ്ങിയ പദ്ധതിക്ക് 2023 വരെ ആയപ്പോഴേക്കും സമാഹരിക്കാനായത് 30 ടണ്ണിൽ താഴെ മാത്രം സ്വർണ്ണമാണ്. ഉപയോക്താക്കളുടെ കൈവശമുള്ള സ്വർണം ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വരുമാനം നേടാവുന്ന പദ്ധതിയാണിത്. 1 വർഷം മുതൽ 15 വർഷം വരെ കാലാവധിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിച്ച സ്വർണത്തിൻ്റെ അളവിനനുസരിച്ച് പലിശ ലഭിക്കും. പലിശ വരുമാനത്തിന് നികുതിയും ഈടാക്കില്ല. എന്നാൽ 2.5% വരെ മാത്രമാണ് പലിശ എന്നതാണ് പദ്ധതിയെ അനാകർഷകമാക്കിയത്.